ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം UDFന് അധികാരം കിട്ടിയാൽ ആരാകും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. LDFന് ഭരണം കിട്ടിയാൽ സഖാവ് പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി എന്നത് ഏറെക്കുറെ ഉറപ്പാണ് താനും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നേതാവ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയും ആലപ്പുഴ പാർലമെൻറ്റ് അംഗവും AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിൻ്റെ പേരാണ്. കോൺഗ്രസ് നേതൃത്വം അനുവദിക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 അനുച്ഛേദം 4 പ്രകാരം KC വേണുഗോപാലിനും മുഖ്യമന്ത്രിയാകാം. ഇങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയാകുകയും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിജയിച്ച് ഭരണം നടത്തുകയും ചെയ്ത മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. 1970 CPIയിലെ നേതാവ് C അച്യുതമേനോനാണ് കേരളത്തിൽ ഇങ്ങനെ ആദ്യമായി മുഖ്യമന്ത്രിയായത്. പിന്നീട് അദ്ദേഹം 6 മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും ഭരണം തുടരുകയും ചെയ്തു. 3 പ്രാവശ്യം ഭരിച്ച മുഖ്യമന്ത്രിയായ AK ആൻ്റണിയുടെ കാലത്ത് 2 ടൈമിലും അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വിജയിച്ച് മുഖ്യമന്ത്രിയായത്. 1977 കഴക്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിലൂടെയും 1995 തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിലൂടെയുമാണ് അദ്ദേഹം വിജയിച്ചത്. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന സഖാവ് EK നയനാരാണ് മുഖ്യമന്ത്രിയായത്. അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ CPMൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ മാരാരിക്കുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തോൽക്കുകയാണുണ്ടായത്. പിന്നീട് EK നയനാർ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കുകയും ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. KC വേണുഗോപാൽ ഇങ്ങനെ മുഖ്യമന്ത്രിയായാൽ കേരളം 2 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരും. ഇഷ്ടം പോലെ നേതാക്കളുള്ള കോൺഗ്രസിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.